കുഞ്ഞിപ്പണിയും മേമിയും വന്നിട്ടുണ്ട്. നമ്മളൊരു യാത്ര പോകാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇതാ ബാഗൊക്കെ എല്ലാം എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടേക്കാണെന്നുള്ളതൊക്കെ വഴിയേ പറയാം അല്ലേ പൊന്നുമ്മ? എന്താ പൊന്നുമ്മനെ കണ്ടതും എവിടേക്കാണ്? ഓട്ടോല, അവിടുന്ന് ഓട്ടോല. ടാറ്റ ടാറ്റ, പെറ്റോ പെറ്റോ. എവിടേക്കാണ്? എവിടേക്കാന്ന് പറ. വലിച്ച വരുമോ നോക്കട്ടെ. വലിക്ക്. നിധിക്കുട്ടി തിരുവനന്തപുരത്തേക്ക് പോവാണ്. നിധിക്കുട്ടിയുണ്ട്, ഇന്നമ്മയുണ്ട്, മേമയുണ്ട്, ഇതാ പൊന്നുമ്മ. പൊന്നുമ്മ കാര്യമായിട്ട് പേഴ്സൊക്കെ എടുത്ത് നോക്കണം. അന്നതും 2 ബിങ്കോ ഒക്കെ എടുത്തിട്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് യാത്ര ചെയ്യുന്ന എല്ലാ പാട് ബിങ്കോ. എന്തിനാ ഫോട്ടോ കൊടുക്കേണ്ടത്? എടുത്തു. എന്താണ് സമ്മാനം വല്ലതുണ്ട്? QR കോഡൊക്കെ എന്താണത്? സ്കാൻ ദി QR കോഡ് ആൻഡ് എൻ്റർ ദ വേർഡ് ഓഫ് ബിങ്കോ. ഓ അതൊക്കെ മനസ്സിലായി. ഇത് കിട്ടി. ബസ്സുകുട്ടി, ബസ്സുകുട്ടി. അപ്പോൾ ഞങ്ങളിതാ അമൃത എക്സ്പ്രസ് വന്ന് ഞങ്ങൾ കയറി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറ്റില്ല, അമ്മയ്ക്ക് വയ്യാതിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ അമ്മേനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്മക്കിളികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ കുഞ്ഞിപ്പണ്ണിന് അമ്മ കയറി ഇതും ട്രെയിനിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കുറുമ്മമാരിതാ വലിയമേർക്ക് ആദ്യമായിട്ടാണ് വലിയമേര് AC യിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആശ്ചര്യപ്പെട്ടെല്ലാം നോക്കും എടുക്കും ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മേലെ കയറി നമ്മുടെ ബസ്സുകുട്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ മേലെ കയറിയിട്ട് പൊന്നമ്മനെ കിടത്താൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ കുഞ്ഞിപ്പണ്ണി ഉള്ളതുകൊണ്ട് എനിക്ക് മേലെ കയറാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ പൊന്നുമ്മ മേലെ കയറിയത് കേട്ടോ. എന്തായാലും മേലെ കയറി പൊന്നുമ്മ ഓക്കെ സേഫാണ്, ഹാപ്പി ആയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പണ്ണി ഇതാ നല്ല ഉറക്കത്തിലാണ് ഗൈസ്. എഴുന്നേക്ക്, തിരുവനന്തപുരത്തി എഴുന്നേക്ക്, കളിച്ചിരി എഴുന്നേക്ക് തിരിച്ച് വാസവാട്ടിനൊക്കെ എഴുന്നേറ്റ് എല്ലാവരും ഇറങ്ങിയാണ്. പോട്ടെ, ഉറക്കത്തിന് എഴുന്നേറ്റു. ഞങ്ങൾ തിരുവനന്തപുരം ലാൻഡ് ചെയ്തു അല്ലേ. ഇതാ വന്ദേ ഭാരത്. ഞങ്ങളിതുവരെ ഇതിൽ കയറിയിട്ടില്ല, ഇനി ഒരു വട്ടം ഇതിൽ കയറണമെന്നുണ്ട് അല്ലേ ഏകദേശം. ഇല്ല, നമ്മൾ വീട്ടിലേക്ക് അങ്ങോട്ട് പോകും. 5:10 ഇതാ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, രാജേഷ് ചേട്ടൻ ഇന്നാൾ പോയതല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് ആളിപ്പോൾ ലീവിന് വന്നത്? ആൾ ലീവിലല്ല, ആൾ ഡ്യൂട്ടിയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് രാജേഷ് ചേട്ടൻ നമ്മളെ വിളിക്കാൻ വരാനൊന്നും പറ്റാത്ത. അപ്പോൾ 2 മാസം രാജേഷ് ചേട്ടൻ തിരുവനന്തപുരത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ രാജേഷ് ചേട്ടൻ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. രാവിലെ നേരത്തെ വിളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് 5 മണിക്ക് ആപ്പിൾ കഴിക്കുന്നത് വെച്ചു. ഇവിടെ വേറെ ഇതിൽ നോക്കിയൊരു കടി കടിക്കൂ. ഒറ്റ കടി ഇങ്ങനെയാണ് ആപ്പിൾ കഴിക്കുന്നത്. രാത്രിക്ക് ബിരിയാണിക്ക് ഇറങ്ങി വെച്ചു. ഉറങ്ങിയപ്പോ പാലക്കാട്, ഉണർന്നപ്പോ തിരുവനന്തപുരത്ത്. മാജിക് മാജിക്.
വാവരെ ഇച്ച് അങ്ങനെ രാജേഷേട്ടനും ഞാനും കൂടി എൻ്റെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്താണ്. കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ തിരുവനന്തപുരത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പം വസുവും തെച്ചു ഒന്നും വന്നിട്ടില്ല. കാരണം ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് അവർ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അതുകൊണ്ട് അവരെ കൂട്ടിയിട്ട് വന്നില്ല. അപ്പോൾ അമ്മേരെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മ്യൂസിയത്തിൽ കറങ്ങാൻ പോയതാണോ എന്നൊക്കെ കുറേ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ കറങ്ങാൻ പോയുള്ള സമയം പോലും ഇല്ല. ഈ ഒരു യാത്രയിലുള്ള ഒരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അങ്ങനെ മ്യൂസിയത്തിൻ്റെ അടുത്താണ് ഓഫീസ്. അപ്പോൾ അവിടെ പോയി പോയിട്ടൊക്കെ വന്നു. പിന്നെ നമ്മളിപ്പോൾ അച്ഛമ്മയുടെ വീട്ടിൽ വന്നേക്കുവാണ്. രാജേട്ടൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ. അവിടെ തൂക്കമാണ് കേട്ടോ, ഉത്സവമാണ്, തൂക്ക മഹോത്സവം ഈന്തിവിള. അപ്പം അവിടെ ആനത വന്നതിനൊക്കെ ഈ വീഡിയോ ഒക്കെ നമ്മുടെ വസുവും തെച്ചുമാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിക്കുന്നതായിരുന്നു. ഒരേ ബഹളമായിരുന്നു. കളിപ്പാട്ടം വേണമുള്ള കരച്ചിലായിരുന്നു. അങ്ങനെ കളിപ്പാട്ടമൊക്കെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ദച്ചൂസ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുട്ടിക്കാലത്ത് കുറേ കളിപ്പാട്ടമൊക്കെ നോക്കി കിട്ടാതിരുന്ന ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ ഓർത്തുപോയി ആ ഒരു സാഹചര്യത്തിൽ. പിന്നെ നമ്മുടെ അച്ചമ്മയാണ്. അച്ചമ്മ ഇവിടെ പറ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങളും കുരുത്തോലയിൽ പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അച്ചമ്മ കേട്ടോ. വീഡിയോ കാണാം. അങ്ങനെ ഇതാ പറയൊക്കെ വെച്ച് നമ്മുടെ കുറുമാരെയൊക്കെ നിർത്തി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് അവിടുത്തെ പറ വയ്ക്കുന്ന. പലവിടെയും പല രീതിയിലായിരിക്കുമല്ലോ. നമ്മുടെ അവിടെ മറ്റേ പറയിലൊക്കെയാണ് വെക്കുന്നത്. ഇവിടെ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം തൂക്കമൊക്കെ നമ്മുടെ വല്യമ്മയും മേമയും അമ്മയൊന്നും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിരിക്കുകയാണ്. തൂക്കത്തിന് വ്രതമൊക്കെ എടുത്തിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഇതെല്ലാം. കുഞ്ഞിപ്പണി അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഞങ്ങളിന്ന് രാവിലെ പിള്ളേരെല്ലാവരും ഉണ്ട്.
കുഞ്ഞു കളിക്ക് അങ്ങനെ താലപ്പൊലിയൊക്കെ കൊണ്ട് അമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തൂക്കം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തൂക്കം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഇതാണ്ടോ വ്രതമൊക്കെ അനുഷ്ഠിച്ച കുറേ പേരുണ്ട്. കുട്ടികളൊക്കെ അമ്പലത്തിനകത്ത് തന്നെ 10 ദിവസം വ്രതം എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ തന്നെയാണ് അമ്പലത്തിൽ തന്നെ നമ്മൾ താമസിച്ച് വ്രതമൊക്കെ എടുത്തതിന് ശേഷമാണ് ഈ തൂക്കം. നല്ല വ്രതനിഷ്ഠ ആചാരങ്ങളോട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് തൂക്കം. കാണാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. കാരണം നമ്മുടെ പാലക്കാടൊന്നും ഇങ്ങനെ ഒരു ഇതില്ല. നല്ല വല്യമ്മയ്ക്ക് മേമയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ദേവീനെയൊക്കെ തൊഴുത് നമ്മളത് തൂക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതോടൊപ്പം ക്ഷേത്ര കമ്മാച്ചോർ ക്ഷേത്രമെന്ന് ദേവീനാമത്തിൽ അറിയിക്കുന്നു. എന്താണ് ഘോഷയാത്ര പുണ്യപരിപാവനമായ തേക്കട ശിവഭദ്രകാളി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കുളന്തൽക്കര. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുറേ പേരെ കാണാനിടയായി. കുറേ പേര് വന്ന് സംസാരിച്ചു. പിന്നെ ഒരു ചേച്ചിയും വന്ന് നമ്മൾ പ്രത്യേകം വീഡിയോ കുഞ്ഞിപ്പെണ്ണെ കാണണം എന്നൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ ചേച്ചിക്ക് വീഡിയോ ഒന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈന്തിവള ക്ഷേത്രം. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ അതിനിടയിലൊന്നും പോയി വീഡിയോ എടുക്കാനുള്ള പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കോല് കേട്ട് കോയില് കോലെ നിർത്തിയ നമ്മുടെ രാജശേഖരനും മാമൻ്റെ മോളുടെ കുട്ടിയാണ് ദേവൻ. അപ്പോൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കുഞ്ഞിപ്പൻ്റെ കൂടെ. ദേവ ചിരിക്കി, സ്മൈൽ ക്ലിക്ക്, നേരെ നിക്ക്, തെച്ച് ചിരിക്കി, ചങ്ങാതി വിട്ട് നിക്ക് ദേവനെ. എവിടെ പോയി നോക്കാൻ വരേട്. ഫോട്ടോ കാണിച്ചു കൊടുക്കും, ഫോട്ടോ കാണിച്ചു കൊടുക്കും. നിധി ധാരാ നോക്ക്, പൂച്ചമ്മയോട് പൂച്ച
പൂച്ച നമ്മുടെ ദച്ചൂസിനെ എടുത്ത് മടി വെച്ച് ചോറ് കൊടുക്കുന്ന കണ്ടിട്ട് എന്ത് പപ്പ എടുത്തില്ലേ എന്റെ കുട്ടിനെ? പപ്പ എടുത്തില്ലേ? അതിന് കൊണ്ട് കൊടുക്കുക ഇനി കൊടുക്കില്ല. ആ കുഞ്ഞാട്ടൻ പോയി കഴിഞ്ഞപ്പോ ഇതാ ശരി കുഞ്ഞേട്ടാ എന്റെ മടി വാ നോക്കട്ടെ കേടത്ര ഉണ്ട് നോക്കുന്നു. ഇന്നവരോട് ആരായിരിക്കണം നോക്ക്. ഇരുന്നോട്ടെ, ഞാൻ പപ്പന്റെ മടിയിലല്ലേ ഇരിക്കണ്. കുഞ്ഞാട്ടാ ഇന്നവന്റെ മടി ഇരുന്നോട്ടെ. കുഞ്ഞിപ്പെണ്ണ് ബാബു പോട്ടെ പോട്ടേട്ടാ നിധി നിധി പോത്തേ പോത്തേ പോത്തേ. അവൾക്ക് ചിരിയെ വരുന്നു, കരച്ചിലല്ല അല്ലേ? എന്താ നോക്കടാ ടാറ്റ പോകാ. വേണ്ടാന്ന്. അന്നമ്മ എടുക്കണ്ട, അമ്മ എടുക്കണ്ട, ആരും വെക്കണ്ട, പപ്പ മതിന്ന് അല്ലേ? ചോറുണ്ടിട്ട് വാടേ ഏത് കൊച്ചു? ഏതാണ് കൊച്ചു? ഇതാ ഇതാണ് കൊച്ചു. ഐ അങ്ങനെ നമ്മളിതാ തിരികെ പാലക്കാട്ടിലോട്ട് പോകാൻ പോകണം. അങ്ങനെ അവിടെ തട്ടുകടിയിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ചിക്കനൊക്കെ വേണമെന്ന് പറഞ്ഞു കുറുമൻസിന്. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആ തന്ന പോലെ തന്നെ എടുത്തെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വസുക്കുട്ടിക്കും ദച്ചുവിനൊക്കെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ലീവ് അങ്ങനെ 2-3 ദിവസം എടുത്തു. അപ്പോൾ പിന്നെ ലീവ് എന്തായാലും ഇനി കൂടുതൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവാണ്. എവിടേക്കാ പോകുന്നത്? ഇതാ നമ്മള് ഇപ്പൊ കാറ് പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇതാ ബാഗ് നോക്കി മേമ നിൽക്കുന്നുണ്ട്. പൊന്നുമ്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹായ് പൊന്നുമ്മ. ഇതാ നമ്മുടെ നിധിക്കുട്ടി ഇന്നമ്മ അവിടെ ദാ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ സൈഡൂടെ അങ്ങനെ നമ്മുടെ അമ്മയ്ക്കുള്ള എക്സ്കവേറ്ററിൽ കയറില്ല കേട്ടോ. അങ്ങനെ അവർക്ക് വേണ്ടി ബാഗ് തൂക്കി ഞാൻ സ്റ്റെപ്പ് കയറിപ്പോയി. നമ്മുടെ കുട്ടീസൊക്കെ വേഗം അതിനകത്ത് കയറി വന്നു. അങ്ങനെ ഞാൻ അതാ പൊന്നുമ്മ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചിട്ടൊക്കെ നടക്കുകയാണ്. അമ്മമാർ ഇത് ഭയങ്കര സ്പീഡിൽ നടക്കുകയാണ് ഗൈസ്. ബൈ. നിധി പപ്പടെ ഇവിടെ നിന്ന് അമ്മ പോണൂട്ടാ. ആ പൊക്കോളെ ശരിയെന്ന് ടാറ്റാന്ന് കേട്ടെ സമയം. അപ്പോൾ ബൈ ബൈ ട്രാൻഡ്രം. അപ്പോൾ ഞങ്ങൾ പോവാണ്. രാജേഷ് ഏട്ടൻ പോയപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഭയങ്കര സങ്കടമായിരുന്നു. രാജേഷ് ഏട്ടൻ ഡ്യൂട്ടിയിലായതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നേരെ തന്നെ പാലക്കാടിലേക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.